ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഓപ്ഷൻ്റെ ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസാണ് പറഞ്ഞത്. ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളായിട്ടുള്ള സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, സ്ട്രാപ്പ്, സ്ട്രിപ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ്. ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജിയിൽ ബുൾ സ്പ്രെഡ് എന്താണെന്നുള്ളതും ബിയർ സ്പ്രെഡ് എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി ബട്ടർഫ്ലൈ സ്പ്രെഡ്, ക്യാൻഡർ സ്പ്രെഡ്, കലണ്ടർ സ്പ്രെഡ്, ബോക്സ് സ്പ്രെഡ്, റേഷ്യോ സ്പ്രെഡ്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മീനിങ്ങുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. ഒറ്റ ദിവസത്തെ ക്ലാസ് കൂടെ നമുക്ക് തീർക്കാം. കാരണം അത് കുറച്ചേ ഉള്ളൂ എന്നല്ല, അത് നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ബട്ടർഫ്ലൈ സ്പ്രെഡാണ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു ശൈലി കൊണ്ടാണ് അതിന് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്, നമുക്കത് 4 ടൈപ്പ് സ്പ്രെഡുകൾ നമുക്കതിന് പറയാൻ പറ്റും. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒന്നുകിൽ ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ നമ്മൾ എക്സ്റ്റൻഷൻ വരുത്തുന്നതിനാണ് സ്പ്രെഡ് എന്ന് പറയാം. ഓക്കെ, ഇതിന് മുമ്പ് പറഞ്ഞതിലൊക്കെ നമ്മളതിൻ്റെ പ്രൈസിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളായിരുന്നു നമ്മൾ സ്പ്രെഡ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പ്രൈസിലും ഡേറ്റിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് എക്സ്പയറി ഡേറ്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള സ്പ്രെഡുകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ബട്ടർഫ്ലൈ സ്പ്രെഡിൽ നമുക്ക് 4 ടൈപ്പ് സ്പ്രെഡുകൾ നമുക്ക് പറയാനുണ്ട്. 1 ലോങ് കോൾ ബട്ടർഫ്ലൈ, 2 ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, 3 ലോങ് പുട്ട് ബട്ടർഫ്ലൈ, 4 ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. ഓക്കെ, അതിൽ ഈ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബട്ടർഫ്ലൈ സ്പ്രെഡ് ക്യാൻ ബി ക്രിയേറ്റഡ് ത്രൂ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ്. ടു എസ്റ്റാബ്ലിഷ് എ ബട്ടർഫ്ലൈ സ്പ്രെഡ്, എ ട്രേഡർ ടേക്സ് പൊസിഷൻ ഇൻ 4 ഓപ്ഷൻസ്. 4 ഓപ്ഷൻസിൽ അയാൾ പൊസിഷൻസ് എടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞത് 3 എണ്ണത്തിലും 2 എണ്ണത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്ന കോമ്പിനേഷനാണ്. നമ്മൾ ബട്ടർഫ്ലൈ സ്പ്രെഡിൽ പറയുന്നത് 4 ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പൊസിഷൻസ് എടുക്കുന്നുണ്ട് അറ്റ് 3 ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസസ്. 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും 3 പ്രൈസുകളാണ് ഉണ്ടാവുക. അപ്പോൾ 2 എണ്ണത്തിന് ഒരേ പ്രൈസും ബാക്കി 2 എണ്ണത്തിന് ഡിഫറൻറ്റ് പ്രൈസുകളുമായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അത് ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് one call option with lower price and selling 2 call options related with market price and buying another call option with higher price. ഇങ്ങനെ അപ്പോൾ 4 ഓപ്ഷൻസായി. 2 എണ്ണം എന്തായി, 2 എണ്ണത്തിന് ഒരേ പ്രൈസായി, അത് മാർക്കറ്റ് പ്രൈസാണ്. സെല്ല് ചെയ്യുന്നതിന് ഒരേ പ്രൈസായി കോൾ ഓപ്ഷൻ വിൽക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുക. അത് തന്നെയാണ് ലോങ് കോൾ സ്പ്രെഡ്. അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ലോങ് കോൾ ബട്ടർഫ്ലൈ എന്താണെന്ന് നോക്കുക. 4 ടൈപ്പാണ് നമുക്കുള്ളത്. 1 ലോങ് കോൾ ബട്ടർഫ്ലൈ, 2 ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, 3 ലോങ് പുട്ട് ബട്ടർഫ്ലൈ, 4 ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. ഇത്രയും അതിൽ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ ഓപ്ഷൻ സ്ട്രാറ്റജി. ആ ബട്ടർഫ്ലൈ സ്പ്രെഡിൽ നമുക്ക് 4 ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ട്. ബാക്കി ഇത്രയാണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൽ ലോങ് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്, ദ ലോങ് ബട്ടർഫ്ലൈ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ, ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ബട്ടർഫ്ലൈൻ്റെ മീനിങ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഒന്ന് നോക്കുക. ദ ലോങ് ബട്ടർഫ്ലൈ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ബൈയിങ് എ കോൾ വിത്ത് എ ലോവർ സ്ട്രൈക്ക് പ്രൈസ്. ഒരു ലോവർ സ്ട്രൈക്ക് പ്രൈസുള്ള, ലോവർ എന്നതിൻ്റെ ഉദ്ദേശം മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ വാങ്ങുക. അപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് അണ്ടർലൈങ് അസറ്റ് വാങ്ങാനോ വാങ്ങാതിരിക്കാനോ ഉള്ള അവകാശം ഉണ്ടാവും. നമ്മൾ വാങ്ങുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ് നമ്മൾ ആ പ്രൈസിന് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, എക്സ്പയറി ഡേറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള പൊസിഷനാണത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രീമിയം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പ്രോഫിറ്റ് പൊസിഷൻ ആയതുകൊണ്ടാണ് അതിനെ ഇൻ ദ മണി കോൾ എന്ന് പറയാം. നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. രണ്ടാമത്തത് ബൈയിങ് എ കോൾ വിത്ത് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസുള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണുള്ളത്. കാരണം മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് നമ്മുടെ കോൾ പ്രൈസ് എങ്കിൽ നമ്മൾ അത് എക്സൈസ് ചെയ്യില്ല. കാരണം മാർക്കറ്റിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ അവകാശം വാങ്ങാനാണല്ലോ നമുക്ക് അവകാശമുള്ളത്, അതിന് നമ്മൾ എക്സൈസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താകും, മാർക്കറ്റ് പ്രൈസിന് നമ്മൾ വാങ്ങും. അപ്പോൾ ഇത് നമ്മൾ എക്സൈസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു കോൾ ഓപ്ഷനാണ്. അതാണ് ഔട്ട് ഓഫ് ദ മണി. അതിൽ നമുക്ക് വാങ്ങിയാൽ നഷ്ടം ഉണ്ടാകുക. അപ്പോൾ അത് ഔട്ട് ഓഫ് ദ മണി കോളാണ്.
പിന്നെ അപ്പോൾ 2 കോൾ ഓപ്ഷൻസ് നമ്മൾ വാങ്ങി. ഒന്ന് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവിൽ ഉള്ള ഒരു പൊസിഷൻ കൊടുത്തു, രണ്ടാമത്തത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലുള്ള ഒരു പൊസിഷൻ കൊടുത്തു. ഇനി അപ്പോൾ 2 ഓപ്ഷൻസ് ആയാലോ, നമ്മൾ മൊത്തം 4 ഓപ്ഷൻ എന്നല്ലേ ബട്ടർഫ്ലൈയിൽ പറഞ്ഞത്. അല്ലെ, ഇനി ഉള്ള 2 ഓപ്ഷൻസ് നമ്മൾ സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്കല്ല അവകാശം ഉണ്ടാകുക, നമുക്ക് ഒബ്ലിഗേഷൻ ഉണ്ടാകുക. ടു അറ്റ് ദ മണി കോൾസ്, 2 മാർക്കറ്റ് പ്രൈസിൻ്റെ നമ്മൾ എന്താക്കും, അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ഒരു പൊസിഷനാണ് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലുള്ള 2 ഓപ്ഷൻസ് നമ്മൾ എന്താക്കും, നമ്മൾ വിൽക്കുകയും ചെയ്യും. അപ്പോൾ 4 ഓപ്ഷൻസായി. ഓക്കെ, ഇതിന് തന്നെയാണ് ബട്ടർഫ്ലൈ എന്ന് പറയുക, അത് തന്നെയാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ബട്ടർഫ്ലൈൻ്റെ മീനിങ് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്, ലോങ് കോൾ ബട്ടർഫ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലുള്ള നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതിൽ PPT കാണിച്ച സംഭവങ്ങളാണ് എഴുതേണ്ടത്. ആദ്യം മീനിങ് എഴുതുക, മാക്സിമം ലോസ്, മാക്സിമം പ്രോഫിറ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ATM സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ITM ഇൻ ദ മണി. ദെൻ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡ്. ദെൻ നെറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഏതിനെ നമ്മൾ പ്രീമിയം റിസീവ് ചെയ്യുക, നമ്മൾ 2 ഓപ്ഷൻസ് വിറ്റല്ലോ, അതിൽ നമുക്ക് ഒബ്ലിഗേഷൻ അല്ലേ, അപ്പോൾ നമുക്കല്ലേ ഇത് കിട്ടുക, പ്രീമിയം കിട്ടുക. വേറെ 2 ഓപ്ഷൻസ് നമ്മൾ പ്രീമിയം അങ്ങോട്ട് കൊടുക്കാനും ഉണ്ടാവും. ഓക്കെ, അതിൽ ആദ്യം പറഞ്ഞതിന് ലോവർ പ്രൈസിനുള്ളതിന് പ്രീമിയം വളരെ കൂടുതലായിരിക്കും, പിന്നെ അവസാനം പറഞ്ഞ ഹയർ പ്രൈസിനുള്ളതിന് പ്രീമിയം കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ 2 പ്രീമിയം നമ്മൾ കൊടുക്കും വേണം. 2 പ്രീമിയം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, കാരണം നമുക്ക് അവകാശമാണ്, റൈറ്റാണ്. മറ്റേ 2 ആ മിഡിൽ പ്രൈസ് വരുന്ന മാർക്കറ്റ് പ്രൈസിന് കൊടുക്കുന്ന 2 നമുക്ക് പ്രീമിയം ഇങ്ങോട്ട് കിട്ടും, കാരണം അത് നമ്മൾ റൈറ്ററാണ്, നമ്മൾ റൈറ്ററാണ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ വിൽക്കുക ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒബ്ലിഗേഷനാണ്, നമ്മളേക്കുന്ന ഓപ്ഷൻ വാങ്ങണ ആക്കാണ് അവകാശം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയർ സ്ട്രൈക്ക് ലോങ് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ്. ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 2 ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഉണ്ടാവും. ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവർ സ്ട്രൈക്ക് ലോങ് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ്. ഇനി അതിൻ്റെ ഗ്രാഫ് നോക്കുക. ഇത് കാണുമ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈനെ പോലെ തോന്നണം, അതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ എന്ന് പറയണത്. ഓക്കെ, ക്ലിയർ. ലോങ് കോൾ ബട്ടർഫ്ലൈ ആണ്, മേലേക്കാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ വരയ്ക്കുക. ഇനി ഷോർട്ട് കോൾ ആണെങ്കിൽ നേരെ താഴേക്ക്. ഇതിൽ E1, E2, E3 3 പ്രൈസാണ് പറഞ്ഞത്. E2 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസാണ്. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷൻസ് നമ്മൾ വിൽക്കുകയാണ് ചെയ്തത്, അവകാശം നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി E1 ഉം E2 എന്ന് പറയുന്നത് 2 കോൾ ഓപ്ഷൻ തന്നെയാണ്, അതിൽ നമുക്ക് അവകാശം വാങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ. ഇതാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് രണ്ടാമത്തത് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെല്ലിങ് 1 കോൾ ഓപ്ഷൻ വിത്ത് എ റിലേറ്റീവ്ലി ഹയർ പ്രൈസ്, അതാണ് E1. ഓക്കെ, ഹയർ പ്രൈസിന് നമ്മൾ ഒന്ന് വിൽക്കും. അതുപോലെ സെല്ലിങ് 1 കോൾ ഓപ്ഷൻ വിത്ത് എ റിലേറ്റീവ്ലി ലോവർ സ്ട്രൈക്ക് പ്രൈസ്, ഒരു ലോവർ സ്ട്രൈക്ക് പ്രൈസിന് നമ്മൾ ഒന്നും വാങ്ങും, അതുപോലെ ഹയർ സ്ട്രൈക്ക് പ്രൈസിനും ഒന്നും വാങ്ങും. പിന്നെ അതുപോലെ ബൈ 2 കോൾ ഓപ്ഷൻസ് വിത്ത് എ സ്ട്രൈക്ക് പ്രൈസ് സേ E2 എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിന് നമ്മൾ എന്താക്കും, 2 ഓപ്ഷൻസ് കോൾ ഓപ്ഷൻസ് വാങ്ങുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഷോർട്ട് കോൾ. ഇതിലൊക്കെ കോളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബൈയിങ് 1 കോൾ ഓപ്ഷൻ വിത്ത് ഹയർ പ്രൈസ് ആൻഡ് ലോവർ പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ അതിന് പകരം എന്താവും, സെല്ലിംഗ് കോൾ ഓപ്ഷൻ ആവും. സെല്ലിംഗ് കോൾ ഓപ്ഷൻ വിത്ത് ഹയർ പ്രൈസ് ആൻഡ് വിത്ത് ലോവർ പ്രൈസ്. പിന്നെ 2 ഓപ്ഷൻസ് ഒരുമിച്ച് വിൽക്കുക എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന് പകരം ഇവിടെ എന്താവും, ഇവിടെ അത് വാങ്ങലാവും. ബൈയിങ് 2 കോൾ ഓപ്ഷൻസ് വിത്ത് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതാവും. ഓക്കെ, ഇനി അതിൻ്റെ മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ്, മാക്സിമം പ്രോഫിറ്റും ലിമിറ്റഡ്. ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ബ്രേക്ക് ഈവൺ പോയിന്റ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയർ ഷോർട്ട് കോൾ മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. അതുപോലെ ലോവർ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവർ ഷോർട്ട് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. ഇനി നോക്കുക, അതിൻ്റെ ഗ്രാഫ് ഒരു ബട്ടർഫ്ലൈ തല കുത്തി നിൽക്കണ പോലെ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും ഷോർട്ട് കോൾ ഉണ്ടാവുക. 2 കോളാണ്, പുട്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ലോങ് പുട്ട് ബട്ടർഫ്ലൈ ആൻഡ് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലോങ് കോൾ ബട്ടർഫ്ലൈയും ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയും ആണ്. അതിലുള്ള 4 ഓപ്ഷൻസും കോൾ ഓപ്ഷൻസ് ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോണത് ലോങ് പുട്ട് ബട്ടർഫ്ലൈ ആൻഡ് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. അതിൽ ലോങ് പുട്ട് ബട്ടർഫ്ലൈ ഇപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി മാത്രം ഞാൻ പറയാം. ഒന്ന്, സെല്ലിംഗ് 2 ATM പുട്ട് ഓപ്ഷൻസ്, അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് വിൽക്കുക. നേരത്തെ നമ്മൾ ലോങ് കോളിൽ അതന്നെയാണ് പറഞ്ഞത്, 2 ATM കോൾ ഓപ്ഷൻസ് വിൽക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസിന് വിൽക്കുക എന്ന് പറഞ്ഞില്ലേ, അതന്നെ സെയിം സ്ട്രാറ്റജി തന്നെ ഇവിടെ പുട്ട് ഓപ്ഷൻ ആവുമെന്ന് മാത്രം. ദെൻ ബൈയിങ് 1 ITM പുട്ട് ഓപ്ഷൻ ആൻഡ് ബൈയിങ് 1 OTM പുട്ട് ഓപ്ഷൻ.
ക്ലിയർ ഒക്കെ നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്, മാക്സിമം പ്രോഫിറ്റും ലിമിറ്റഡാണ്. അതിൻ്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ ഓപ്ഷനിൽ ലോങ് കോളിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, അത് ഞാൻ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ ആണ്. ഇത് നിങ്ങൾ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയിൽ പഠിച്ച അതുപോലെ തന്നെ എന്താണ്, ദിസ് ഈസ് എ ലിമിറ്റഡ് പ്രോഫിറ്റ് ലിമിറ്റഡ് ഓപ്ഷൻ സ്ട്രാറ്റജി. ദർ ഈസ് സ്ട്രൈക്ക് പ്രൈസ് ഇൻവോൾവ്ഡ് in short put butterfly. Maximum loss is limited, maximum profit is limited. Upper break even point എന്ന് പറഞ്ഞാൽ strike price of limited strike price short put minus net premium received. Lower break even point എന്ന് പറഞ്ഞാൽ strike price of lower strike short put plus net premium received. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ പറഞ്ഞില്ലേ, ആ സെയിം സ്ട്രാറ്റജിയാണ്. അവിടെ കോൾ ഓപ്ഷന് പകരം എന്താവും, പുട്ട് ഓപ്ഷൻ ആവുമെന്ന് മാത്രം. ഗ്രാഫും അതുപോലെ തന്നെയാണ് വരിക, നേരെ തല തിരിഞ്ഞിരിക്കുന്ന ഗ്രാഫായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഷോർട്ട് കോൾ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫും വരിക. ഓക്കെ, ഇതാണ് നമ്മൾ ബട്ടർഫ്ലൈയിൽ നമുക്ക് പറയാനുള്ള 4 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ട്രാറ്റജിയാണ് ക്യാൻറ്റർ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്പ്രെഡിൽ ബട്ടർഫ്ലൈ ആണ് പറഞ്ഞ്, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ക്യാൻറ്റർ സ്പ്രെഡ് എന്നുള്ളതാണ്. ക്യാൻറ്റർ സ്പ്രെഡിൻ്റെ മീനിങ് നോക്കിയാൽ, ക്യാൻറ്റർ സ്പ്രെഡ് ഈസ് എ നോൺ ഡയറക്ഷണൽ ഓപ്ഷൻസ് സ്ട്രാറ്റജി ദാറ്റ് ലിമിറ്റ്സ് ബോത്ത് ഗെയിൻസ് ആൻഡ് ലോസസ് വൈൽ സീക്കിംഗ് ടു പ്രോഫിറ്റ് ഫ്രം എയ്തർ ലോ ഓർ ഹൈ വൊളാറ്റിലിറ്റി. ഈ ഹൈ വൊളാറ്റിലിറ്റി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ, ഹൈ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒന്നുകിൽ ഭയങ്കര ലാഭം ഉണ്ടാവും, ഭയങ്കര നഷ്ടം ഉണ്ടാവും. അതിന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിനും ലോസും ലിമിറ്റഡ് ആവും ഈ സ്ട്രാറ്റജിയിൽ. ദർ ആർ 2 types ഓഫ് ക്യാൻഡർ. ഇതിൽ 2 ക്യാൻഡർ ടൈപ്പുകളുണ്ട്. എ ലോങ് ക്യാൻഡർ സീക്സ് ടു പ്രോഫിറ്റ് ഫ്രം ലോ വൊളാറ്റിലിറ്റി ആൻഡ് ലിറ്റിൽ ടു നോ മൂവ്മെൻറ്റ് ഇൻ ദ അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, അതാണ് ലോങ് ക്യാൻഡർ എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ വൊളാറ്റിലിറ്റി ചെറുതാവുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ട്രാറ്റജി. ഷോർട്ട് ക്യാൻഡർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫ്രം ഹൈ വൊളാറ്റിലിറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ട്രാറ്റജി. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ബട്ടർഫ്ലൈ പോലെ തന്നെയാണ്. 4 ഓപ്ഷൻസ് ആണ്. പക്ഷെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ലോവർ പ്രൈസ്, ഒരു ഹയർ പ്രൈസ്, പിന്നെ 2 അതിൻ്റെ മിഡിലുള്ള പ്രൈസ്, അത് 2 മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. 2 സെയിം പ്രൈസാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. E1 E2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് 1, പ്രൈസ് 2, പ്രൈസ് 3, പ്രൈസ് 4 4 ഡിഫറൻ്റ് ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉണ്ടാവൽ എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അതിലൊന്നിന് വളരെ കൂടുതൽ പ്രൈസ് ഉണ്ടാവും, രണ്ടാമത്തെ അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് ആയിരിക്കും, മൂന്നാമത്തെ അതിനും കുറച്ച് പ്രൈസ് ആയിരിക്കും, നാലാമത്തെ അതിനും കുറച്ച് പ്രൈസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ 4 ഡിഫറൻറ്റ് പ്രൈസുകളായിരിക്കും. ഈക്വൽ പ്രൈസുകളായിരിക്കില്ല എന്നർത്ഥം. ഓക്കെ, അതാണ് ഈ സ്ട്രാറ്റജി. ഓക്കെ, ഇറ്റ്സ് എ മോഡിഫൈഡ് സ്ട്രാങ്കിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ സ്പ്രെഡ് ഡിഫറൻസും ഉണ്ട്. ബട്ടർഫ്ലൈയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വേറൊന്നാണ്. ബട്ടർഫ്ലൈയിൽ നമുക്കൊരു ത്രികോണം പോലെയാണ് കണ്ടുണ്ടാവുക. ഇവിടെ പക്ഷേ ത്രികോണത്തിന് പകരം നമുക്കൊരു ഗ്രാഫ്, ആ ത്രികോണത്തിന് പകരം അവിടെ ഒരു ലൈന് കാണും. അത്ര അതിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്കുള്ള 2 സ്ട്രാറ്റജീസാണ്, ലോങ് കോണ്ടറും ആൻഡ് ഷോർട്ട് കോണ്ടറും. അതിൽ ലോങ് കോണ്ടറിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലോങ് കോണ്ടർ സ്പ്രെഡ് വിത്ത് കോൾ ഈസ് എ 4-part strategy that is created by one call at a lower strike price, selling one call with a higher strike price. നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇവിടെ 4 പ്രൈസുകൾ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ത്രികോണത്തിന് പകരം അവിടെ ഒരു ലൈനായിട്ടുണ്ടാവുക. ഇതാണ് ലോങ് കോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദ മാക്സിമം പ്രോഫിറ്റ് ഈസ് ലിമിറ്റഡ്. അതുപോലെ മാക്സിമം ലോസ് ഒക്കേഴ്സ് അറ്റ് ദ വിങ്സ് ഓഫ് ദ ഓപ്ഷൻ. ഇവിടെ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള ഭാഗമാണ്. വിങ് എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്തേക്കുള്ള ഭാഗമാണ്. അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ടുമാണ്. ഇത് ഈ ക്യാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു പക്ഷീൻ്റെ പേരാണ്. ഓക്കെ, ഇതിനെ കണ്ടാൽ ഒരു പക്ഷി പോലെ തോന്നുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞില്ല, അതുപോലെ ഇതൊരു പക്ഷി, ഒരു ബേർഡിൻ്റെ പേരാണ് ഈ കണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയ ബേർഡിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു പക്ഷിയെ പോലെ തോന്നണം. അപ്പോൾ അതിൻ്റെ ചിറക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിറക് എന്താണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ വിങ്ങിലാണ് എന്തുണ്ടാവുക, ദ മാക്സിമം ലോസ് ഒക്കേഴ്സ് അറ്റ് ദ വിങ്സ് ഓഫ് ദി ഓപ്ഷൻ.
ഇത്തരങ്ങൾ ഈ ഗ്രാഫും ഇതിൻ്റെ മീനിങ്ങും മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഷോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഷോർട്ട് കണ്ടർ സ്പ്രെഡ് വിത്ത് കോൾ ഈസ് 4 പാർട്ട് സ്ട്രാറ്റജി. അതായത് 4 പ്രൈസുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സെല്ലിംഗ് 1 കോൾ അറ്റ് എ ലോവർ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ബൈയിങ് 1 കോൾ അറ്റ് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്, ബൈയിങ് അനദർ കോൾ വിത്ത് ആൻ ഈവൻ ഹയർ പ്രൈസ് ആൻഡ് സെല്ലിംഗ് 1 മോർ കോൾ വിത്ത് ആൻ ഈവൻ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. 4 എണ്ണം ഉണ്ടാവും. അത് 2 എണ്ണം സെല്ലിങ്ങും 2 എണ്ണം ബൈയിങ്ങുമാണ്. രണ്ടും ഒക്കെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകം. നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അവിടെ മീനിങ് കൊടുത്ത് ചെറിയൊരു വ്യത്യാസം. ലോങ് കൗണ്ടറിലും അതുപോലെ 4 എണ്ണം ഉണ്ട്. ഇവിടെ മീനിങ് പറഞ്ഞത് ചെറിയൊരു മിസ്സിങ് വന്നതാണ്. ആദ്യത്തെ ലൈന് മിസ്സിങ് വന്നതാണ്. ഇവിടെ ഒരു കോളും ഒരു കോള് വാങ്ങണതും ഒരു കോള് വിൽക്കണതും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു ലോവർ സ്ട്രൈക്ക് പ്രൈസിനുള്ളത് മാത്രം. ഇവിടെ എന്തും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു കോള് വാങ്ങുകയും ഒരു കോള് വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൻ്റെ പ്രൈസിൽ മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ ഇതിൽ ലോവർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളും കൂടെ വാങ്ങും ഹയർ പ്രൈസിൽ. ഇവിടെ സെല്ലിംഗ് 1 കോൾ എന്ന് പറഞ്ഞത് അതുപോലെ സെല്ലിംഗ് അനദർ കോൾ വിത്ത് ലോവർ സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. 4 സ്ട്രൈക്ക് പ്രൈസുകൾ ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ലോങ് കൗണ്ടറിൽ എങ്ങനെയാണോ ഗ്രാഫ് വന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൽ ഈ ഗ്രാഫായിട്ടുണ്ടാകുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇതിൻ്റെ ഗ്രാഫിലേക്കൊന്നും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തത്. ഇനി നോക്കുക, അടുത്ത സ്ട്രാറ്റജിയാണ് കലണ്ടർ സ്പ്രെഡ്. കലണ്ടർ സ്പ്രെഡ് എന്ന് പറഞ്ഞ മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഡേറ്റിൽ മാത്രം, എക്സ്പയറി ഡേറ്റിൽ മാത്രം വ്യത്യാസം വരുത്തുന്നതാണ് കലണ്ടർ സ്പ്രെഡ് എന്ന് പറയാം. എ കലണ്ടർ സ്പ്രെഡ് ഈസ് ആൻ ഓപ്ഷൻ ഓർ ഫ്യൂച്ചർ സ്പ്രെഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൈമൾട്ടേനിയസ്ലി എൻറ്ററിങ് എ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ് അറ്റ് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ഡെലിവറി മന്ത്സ്. ഇറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ആസ് ആൻ ഇൻ്റർ ഡെലിവറി ഇൻട്രാ മാർക്കറ്റ് ടൈം ഓർ ഹൊറിസോണ്ടൽ സ്പ്രെഡ്. ഇതൊക്കെ അതിൻ്റെ പേരാണ്. നിങ്ങൾ മീനിങ് മനസ്സിലായി. എന്താണ് മീനിങ്? നമ്മൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ, കലണ്ടർ സ്പ്രെഡ് എന്ന് പറയുമ്പം സെയിം സ്ട്രൈക്ക് പ്രൈസ് സെയിം അസറ്റ്. എന്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? ഇതിനാകെ മാറ്റം ഉണ്ടാവുന്നത് എന്തിൽ മാത്രമേ ഉള്ളൂ? കലണ്ടർ ഡേറ്റിൽ മാത്രം. എന്ന് വെച്ചാൽ ഒന്നിൻ്റെ എക്സ്പയറി ഈ മാസമാണെങ്കിൽ അടുത്തതിൻ്റെ എക്സ്പയറി അടുത്ത മാസമായിരിക്കും എന്നുള്ളതിൽ മാത്രം മാറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കലണ്ടർ സ്പ്രെഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പറയാനുള്ളത് ബോക്സ് സ്പ്രെഡാണ്. ഓക്കെ, ബോക്സ് സ്പ്രെഡ് ആൻഡ് റേഷ്യോ സ്പ്രെഡ്. ബോക്സ് സ്പ്രെഡ് ഈസ് ആൻ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ദാറ്റ് കമ്പൈൻസ് എ ബിയർ പുട്ട് ആൻഡ് ബുൾ കോൾ സ്പ്രെഡ് ഇൻ ഓർഡർ ഫോർ ദ സ്പ്രെഡ് ടു ബി ഇഫക്റ്റീവ്. നമ്മളൊരു ബുള്ളും ഒരു ബിയറും കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് കമ്പൈൻ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ ഒരു ബിയർ ഓപ്ഷനും അതുപോലെ ഒരു ബുൾ ഓപ്ഷനും എന്ത് ചെയ്യണം? നമ്മൾ പ്രൈസ് കൂടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യണതും അതുപോലെ പ്രൈസ് കുറയുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യണതുമായിട്ടുള്ള 2 ഡിഫറൻറ്റ് രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, ബോക്സ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ എക്സ്പയറേഷൻ ഡേറ്റ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസസ് ഫോർ ഈച്ച് സ്പ്രെഡ് മസ്റ്റ് ബി ദ സെയിം ആൻഡ് സ്പ്രെഡ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി അണ്ടർ വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് ദെയർ എക്സ്പയറേഷൻ ഡേറ്റ്. ഇത് രണ്ടുമാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളതാണ് റേഷ്യോ സ്പ്രെഡ്. റേഷ്യോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 എണ്ണം ഉണ്ട്, റേഷ്യോ കോളും റേഷ്യോ പുട്ടും. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കോളും 2 പുട്ടും വാങ്ങിയാൽ 1/2 ആയി. അതാണ് റേഷ്യോ എന്നുള്ളത് നമുക്ക് ഉദ്ദേശം. ഓക്കെ, റേഷ്യോ കോൾ സ്പ്രെഡ് ഇൻവോൾവ്സ് ബൈയിങ് 1 കോൾ ഓപ്ഷൻ ആൻഡ് സെല്ലിംഗ് 2 കോൾ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ അത് 1/2 എന്നുള്ളതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് റേഷ്യോ കോൾ സ്പ്രെഡാണ്. അതുപോലെ റേഷ്യോ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ദിസ് ഇൻവോൾവ്സ് ബൈയിങ് ഹയർ സ്ട്രൈക്ക് പ്രൈസ് വിത്ത് പ്രൈസ് പുട്ട് ഓപ്ഷൻ ആൻഡ് സെല്ല്. എങ്ങനെ? ദിസ് ഇൻവോൾവ്സ് ബൈയിങ് 1 higher strike price put option and selling 2 call option at a higher strike price put option. ഓക്കെ, ഇതിൽ മീനിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇൻവോൾവ്സ് ബൈയിങ് 1 higher strike price put option and selling 2 higher strike price put option. ഓക്കെ, 1 വാങ്ങുക 2 എണ്ണം വെക്കുക. അവിടെ ഒരു കോൾ ഓപ്ഷൻ എന്നുള്ളതിന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ഹയർ പ്രൈസിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു, ലോവർ പ്രൈസിലുള്ള 2 പുട്ട് ഓപ്ഷൻസ് നമ്മൾ വിൽക്കുന്നു. ഇതാണെന്ത്? റേഷ്യോ പുട്ട് സ്പ്രെഡ് എന്ന് പറയണത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയണത്. അപ്പോൾ ഇനി നമുക്ക് സ്പ്രെഡ് അതോടുകൂടി സ്പ്രെഡ് എന്നല്ല നമ്മളെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ കൂടുതൽ അങ്ങനെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്താക്കണത്, ഇതോടുകൂടി അവസാനിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാ സ്ട്രാറ്റജീസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സെറ്റിൽമെൻ്റ് ആണ്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ആൾ. നിങ്ങൾ ആ റേഷ്യോൻ്റെ മീനിങ് ഞാൻ
PPT കൊടുത്തത് ടൈപ്പ് ചെയ്ത് കൊടുത്ത എറർ ഉണ്ട്, വേറെ ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നോക്കുക. റേഷ്യോ കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പം പിന്നെ ഒരു കോൾ വാങ്ങുക, 2 കോൾ വിൽക്കുക. ഓക്കെ, ഒരു കോൾ വാങ്ങുക, 2 കോൾ വിൽക്കുക. അതാണ് റേഷ്യോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. പുട്ട് സ്പ്രെഡ്, റേഷ്യോ പുട്ട് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഒരു പുട്ട് വാങ്ങുക, 2 പുട്ട് ഓപ്ഷൻ വിൽക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസിലുണ്ടാവല് വാങ്ങണതിന് എന്ന് വെച്ചാൽ റേഷ്യോ കോൾ സ്പ്രെഡ് ഇൻവോൾവ്സ് ബൈയിങ് 1 കോൾ ഓപ്ഷൻ ആൻഡ് സെല്ലിങ് 2 കോൾ ഓപ്ഷൻ അറ്റ് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, ഈ കോൾ ഓപ്ഷനിൽ നമ്മൾ വിൽക്കുന്നത് എന്തായിരിക്കും? ഹയർ സ്ട്രൈക്ക് പ്രൈസിനായിരിക്കും. പിന്നെ പുട്ട് ഓപ്ഷനിൽ നമ്മൾ വിൽക്കുന്നത് എന്തായിരിക്കും? ലോവർ സ്ട്രൈക്ക് പ്രൈസിനായിരിക്കും. അത്ര ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.